അപ്പൊ ഡോക്ടറിനോട് പറഞ്ഞത് ഞങ്ങൾ ഡോക്ടർമാർക്ക് തലക്ക് വട്ടൊന്നുമില്ല ഇങ്ങനെ പറയാനായിട്ട്. മെഡിക്കൽ കോളേജിന്റെ ഒരു ഗുരുതര പിഴവ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അത് ഞങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഓപ്പോസിറ്റ് വന്ന ഒരു ബൈക്കുകാരൻ വന്ന് ഞങ്ങളുടെ ബൈക്ക് മേടിച്ചെന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് ഞാൻ പുറകിലിരിക്കുന്നത് എന്റെ കാലുമേലാണ് ഇടിച്ചത്. അപ്പൊ കാലുമേടിച്ച് അപ്പൊ തന്നെ കാലൊടിഞ്ഞു. പക്ഷെ ബൈക്ക് വീഴേ മറയോ ഒന്നും ചെയ്തില്ല. ഞാൻ പുറകിലിരുന്ന് കരയുമ്പോഴാണ് എന്റെ ഹസ്ബൻഡ് മനസ്സിലാക്കുന്നത് എന്റെ കാല് ഒടിഞ്ഞു എന്നുള്ളത്. അങ്ങനെ വണ്ടി സൈഡ് ഒതുക്കി ഞാൻ ആ റോട്ടിൽ കിടന്ന് പിന്നെ ഓരോ ഓട്ടോയിലാണ് ഞങ്ങൾ ഹോസ്പിറ്റലിലോട്ട് പോയത്. എറണാകുളം ജനറൽ ഹോസ്പിറ്റലിലാണ് ആദ്യം പോയത്. അവരവിടെ നിന്ന് എക്സ്റേ ഒക്കെ എടുത്തിട്ട് പറഞ്ഞ് ഇവിടെ ചെയ്യാൻ പറ്റില്ല, ഓപ്പറേഷൻ ചെയ്യണം, അതിന് കളമശ്ശേരിയിലോട്ട് പോകാൻ വേണ്ടി മെഡിക്കൽ കോളേജ്. അവിടെ ചെന്നപ്പോ അവര് എക്സ്റേ എടുത്ത് നോക്കിക്കൊണ്ട് പറയുന്നത് 2 ഒടിവാണുള്ളത്, മാത്രമല്ല എല്ല് പൊടിഞ്ഞു പോയിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്കൊരു വിശ്വാസമില്ല ഇവിടെ ചെയ്യാൻ പറ്റുമെന്ന്. ചിലപ്പോൾ കാലിന് ശേഷി നഷ്ടപ്പെടും, അതുകൊണ്ട് ഞങ്ങൾക്ക് ഒരൊറപ്പും വരാൻ പറ്റില്ല, നിങ്ങൾ കോട്ടയം മെഡിക്കൽ കോളേജിലോട്ട് കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞു. അങ്ങനെ അന്ന് വെളുപ്പിന് തന്നെ ആംബുലൻസിൽ കോട്ടയം മെഡിക്കൽ കോളേജിലോട്ട് കൊണ്ടുപോയി. വെളുപ്പിനൊരു 4-5 മണിയായപ്പോഴാണ് ഞങ്ങൾ കോട്ടയം മെഡിക്കൽ കോളേജ് എത്തിയത്. അങ്ങനെ ഞങ്ങൾ ഡോക്ടറെ ഒക്കെ കണ്ട്. അപ്പൊ ഡോക്ടർ പറഞ്ഞ് അവിടുത്തെ എക്സ്റേ പറ്റില്ല, പുതിയൊരു എക്സ്റേ ഈ മെഡിക്കൽ കോളേജിന്റെ എടുക്കണമെന്ന് പറഞ്ഞ് പുതിയൊരു എക്സ്റേ ആയിട്ട് ഞങ്ങൾ വരുന്നേ. പുതിയൊരു എക്സ്റേ എടുക്കാൻ പറഞ്ഞ് ഞങ്ങൾ അത് എടുത്തിട്ട് അത് കൊണ്ടുപോയി കാണിക്കുമ്പോ ഡോക്ടർ പറയുന്നതാണ് കൈക്കൊരു കുഴപ്പമില്ല, പ്ലാസ്റ്റർ ഇട്ടാ വീട്ടിൽ പോവാം. എക്സ്റേ നോക്കിക്കൊണ്ട് ഡോക്ടർ പറയുന്നതാണ്. അപ്പോഴാണ് ഞങ്ങൾ എല്ലാവരും അതിശയിച്ച് ഇതെന്താണ് ഈ പറയുന്നത്. ഞാനാണെങ്കിൽ കരഞ്ഞ് മെഴുകിയിരിക്കുന്നു. അപ്പൊ എന്റെ ചേട്ടൻ പറഞ്ഞു ഡോക്ടർ ഇത് കൈയല്ല ഇത് കാലാണെന്ന്, നേരത്തെ നോക്കിയിട്ട് ഞങ്ങൾ പോയതാണെന്ന്. അപ്പോഴാണ് ഡോക്ടർക്ക് ബോധം വന്നത്. അയ്യോ ഡോക്ടർ ശരിയാണ് എന്ന് പറഞ്ഞ് എന്നെ പിന്നെ ഇവിടെ അഡ്മിറ്റാണ്. അത് ഒന്നാമത്തെ പിഴവായിട്ട് പറയാം. രണ്ടാമത് ഈ ഓപ്പറേഷൻ എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഇതിന്റെ സ്റ്റീൽ ഊരണ ഓപ്പറേഷൻ വന്നു. 1 കൊല്ലം 1.5 കൊല്ലം കഴിഞ്ഞപ്പോൾ ഇത് സ്റ്റീൽ ഊരണോന്ന് പറയും. അങ്ങനെ ഞങ്ങൾ ഡോക്ടറെ കാണാൻ പോയേക്കിനി. അപ്പൊ ഡോക്ടറെ കണ്ടപ്പോ ഡോക്ടർ എക്സ്റേ എടുത്തുകൊണ്ട് വരാൻ എക്സ്റേ എടുത്ത് നോക്കിയപ്പോ ഡോക്ടർ പറഞ്ഞ് എല്ല് കുറച്ചുകൂടി കൂടാനുണ്ട്, അപ്പൊ 4 സ്ക്രൂ ഇട്ടേക്കണേല് 2 സ്ക്രൂ എടുക്കാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു ഒരു 2 ഓപ്പറേഷൻ നടത്തുമല്ല എന്നുള്ള ഒരു ആവലാതിയും ഞാൻ ചോദിച്ചു ഡോക്ടറെ ഒരൊറ്റ ഓപ്പറേഷനിൽ എല്ലാം കൂടി എടുക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. ഇത് ഓപ്പറേഷൻ ചെയ്യണ്ടല്ല എന്നുള്ള ഇത് മൈൻഡാണ് എന്റെ. അപ്പൊ ഡോക്ടറിനോട് പറഞ്ഞത് ഞങ്ങൾ ഡോക്ടർമാർക്ക് തലക്ക് വട്ടൊന്നുമില്ല ഇങ്ങനെ പറയാനായിട്ട്, 2 സ്ക്രൂ ഇപ്പൊ എടുക്കണമെന്ന് പറയാനായിട്ട് ഞങ്ങളുടെ ഡോക്ടർമാരുടെ ഞങ്ങൾക്ക് തലക്ക് വട്ടൊന്നുമില്ല, അങ്ങനെ എടുത്താൽ കാലൊടിഞ്ഞു പോവും, പിന്നെയും സ്റ്റീൽ ഇടേണ്ടി വരും, അതുകൊണ്ടാണെന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ടു. അപ്പൊ ഞാൻ ഓക്കെ എന്തെങ്കിലും ആവട്ടെ എന്ന് ഞാൻ അഡ്മിറ്റൊക്കെ ആയി കഴിഞ്ഞാൽ എല്ലാ ബ്ലഡ് ടെസ്റ്റ് എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ് എന്നെ ഓപ്പറേഷൻ തിയേറ്ററിലോട്ട് കൊണ്ടുപോകണേ. അപ്പൊ ഞാൻ നടന്നാണ് പോകുന്നത്. ഓപ്പറേഷൻ തിയേറ്ററിലോട്ട് കൊണ്ടുപോയി അവിടെ എന്നെ കിടത്തി കഴിഞ്ഞ് അപ്പൊ ഈ എന്നെ നോക്കിയ ഡോക്ടർമാരും ഇല്ല. അങ്ങനെ അനസ്തീഷ്യയൊക്കെ എടുത്ത് ഓപ്പറേഷൻ തുടങ്ങി. ഓപ്പറേഷൻ തുടങ്ങിയ സമയത്ത് വേറൊരു ഡോക്ടർ എന്ന് പറഞ്ഞ് ഇതിന്റെ സ്ക്രൂ മാത്രം എടുത്താൽ മതി, താഴത്തെ 2 സ്ക്രൂ മാത്രം എടുത്താൽ മതി എന്ന് പറഞ്ഞു. അപ്പൊ ഇവര് പറയുന്നത് ഓൾറെഡി 3 സ്ക്രൂ എടുത്ത്, എന്ന് വെച്ചാൽ ബാലൻസിന് ഒരൊറ്റ സ്ക്രൂവേ ഉള്ളൂ, ഓൾറെഡി 3 സ്ക്രൂ എടുത്തെന്നാണ് ഇവര് പറയണത്. അപ്പൊ ഇവര് അയ്യോ അത് പറ്റിയുടെ 2 സ്ക്രൂ എടുക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഇവരെന്ത് ചെയ്ത് അപ്പൊ തന്നെ മെയിൻ ഡോക്ടറെ വിളിച്ച് സംസാരിച്ച്. അപ്പൊ ഞാൻ ഈ ഓപ്പറേഷൻ ചെയ്തെടുക്കുമ്പോ എനിക്ക് ഇത് പറയണതൊക്കെ കേൾക്കാം. എന്നിട്ട് ഇവരെന്റെ കണ്ണീന്ന് ഇത് മുഖത്തിട്ടേക്കുന്ന തുണി മാറ്റിക്കൊണ്ട് എന്നോട് പറയുന്നത് മെയിൻ ഡോക്ടറോട് ഞങ്ങൾ സംസാരിച്ച് ഫുള്ള് സ്ക്രൂ ഊരണീണ്ട്, ഒരു കുഴപ്പവും ഇല്ല എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഇവരെന്ത് ചെയ്ത് പുറത്തു പോയിട്ട് എന്റെ ഹസ്ബൻഡ് മരുന്ന് മേടിക്കാൻ പോയൊക്കെയായിരുന്നു പുറത്ത്. അപ്പൊ എന്റെ അമ്മ മാത്രം ഉണ്ടായിരുന്നു. അമ്മനോട് പറഞ്ഞു സ്ക്രൂ ഫുള്ള് ഊരിയാണെന്ന് പറഞ്ഞു. അപ്പൊ അമ്മയുടെ വിചാരം എന്താണ് എല്ലും ഫുള്ള് കൂടിയിട്ടുണ്ട്, അപ്പൊ പിന്നെ കുഴപ്പമില്ല എന്നുള്ള മൈൻഡിലാണ്. അപ്പൊ നിങ്ങളൊരു കാര്യം ആലോചിക്കണം. ഞാൻ ഇതേ കാര്യം തന്നെ ഡോക്ടറെ കാണാൻ ചെന്നപ്പോ പറഞ്ഞപ്പോ ഡോക്ടർ എന്നോട് പറഞ്ഞതാണ് ഞങ്ങൾ ഡോക്ടർമാർക്ക് തലക്ക് വട്ടൊന്നുമില്ല, 2 സ്ക്രൂ എടുക്കണമെന്ന് പറയാന്ന്. എന്നിട്ട് ഇവര് ഫുള്ള് സ്ക്രൂ എടുത്തു. ഓക്കെ അതൊക്കെ കഴിഞ്ഞ് എന്റെ സഡേഷനൊക്കെ കഴിഞ്ഞ് ഡോക്ടർ കാണാൻ വന്നിട്ട് വെറും 10 ദിവസം മതി എന്ന് പറഞ്ഞ് ഞാൻ ലീവ് എടുത്താൻ വന്നത്. എന്നിട്ട് ഡോക്ടർ കാണാൻ വന്നിട്ട് എന്നോട് പറഞ്ഞത് നടക്കാൻ പറ്റൂല, 3-4 മാസത്തേക്ക് നടക്കാനേ പാടില്ല, നടന്നു കഴിഞ്ഞാൽ കാലൂടി, വെറും 10 ദിവസം മതി എന്ന് പറഞ്ഞ് വന്നിട്ട് എന്നോട് പറയുന്നത് 3-4 മാസം നടക്കാൻ പാടില്ല. പിന്നെ ഇവര് പറയണത് നടക്കണമെങ്കിൽ വെപ്പുകാല് പോലത്തെ ഒരു സാധനം വെക്കണം, അത് വെച്ച് കഴിഞ്ഞാൽ നടക്കാം. ഞങ്ങളപ്പൊ ഇതിനെപ്പറ്റി ഒന്നും വെറുതെ പ്രശ്നം ഉണ്ടാക്കണ്ടല്ല എന്നുള്ള ഇതിൽ ഞങ്ങൾ വേറെ ഒന്നും ഇതിനെപ്പറ്റി പ്രതികരിച്ചില്ല.